അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇന്നലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി അധികരിപ്പിച്ചിരുന്ന ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചു. അത് പ്രായോഗിക തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ റബ്ബിനോട് ചോദിക്കണം. ചോദിക്കാത്തവരോട് റബ്ബിന് കോപമാണ്, സെറ്റുകൾക്ക് വെറുപ്പാണ്. ഒരു തവണ നമ്മളോട് ചോദിച്ചു, നമ്മളൊരു കാര്യം ചെയ്തു കൊടുത്തു, വീണ്ടും ചോദിച്ചു, വീണ്ടും ചെയ്തു കൊടുത്തു. 3ഉം 4ഉം തവണ ചോദിക്കുമ്പോൾ ഒന്നാമത് കൊടുത്ത ഒരു മാനസികാവസ്ഥയല്ല നമുക്കുണ്ടാവുക. മനുഷ്യരങ്ങനെയാ, റബ്ബ് അങ്ങനെയല്ല. റബ്ബിന് ചോദിക്കുന്നവരെ ഇഷ്ടമാണ്. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി അധികരിപ്പിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുമ്മ, അല്ലാഹുവേ, സബ്ബിത്, നീ ഉറപ്പിച്ചു നിർത്തണം, ഖൽബി, എന്റെ ഹൃദയത്തെ, അലാ ദീനിക്, നിന്റെ ദീനിൽ. മറ്റൊരു റിവായത്തിൽ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും നമ്മുടെ ഹൃദയം ദീനിൽ ഉറച്ചു നിൽക്കണം. അതിന് നമ്മൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. പല കാരണങ്ങൾ കൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയുണ്ട്. ഒന്ന്, ഹൃദയം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ മാറി മറിയുന്നതാ. ആ മാറി മറിയുന്ന ഹൃദയം നമ്മുടെ മരണം വരെ ഹക്കിലുണ്ടാകണം. അതൊരു വിദഅത്തിലേക്ക്, ഒരു വഴികേടിലേക്ക്, ഒരു ശിർക്കിലേക്ക്, ഇരുട്ടിലേക്ക് അത് വഴിമാറിപ്പോകരുത്. ആ വഴിമാറിപ്പോയാൽ നഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അവസാനം ഹക്കിലായി, തൗഹീദിലായി, സുന്നത്തിലായി നമ്മുടെ മരണം അങ്ങനെ ആയിത്തീരാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നിരന്തരമായി നമ്മൾ റബ്ബിനോട് ചോദിക്കുക, നമ്മുടെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ. മറ്റൊന്ന്, ഫിത്നയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രമാത്രം ഇരുട്ട് പരന്നിരിക്കുന്നു, ബിദ്അത്തും ശിർക്കും വ്യാപിച്ചിരിക്കുന്നു. ജനങ്ങൾ സുന്നത്തിൽ നിന്നകന്ന് ബിദ്അത്തിലേക്ക് അടുക്കുന്ന, തൗഹീദിൽ നിന്നകന്ന് ശിർക്ക് വ്യാപിക്കുന്ന, അസത്യങ്ങൾ ഓരോ ദിവസവും സത്യങ്ങളെപ്പോലെ നമ്മുടെ മൊബൈലിലേക്ക് എത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയം തെറ്റിപ്പോകരുത്. ഹൃദയം ഹക്കിലുണ്ടാകണം, ദീനിലുണ്ടാകണം. അതിന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക. അതിനേക്കാളെല്ലാം അപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഈ പ്രാർത്ഥന അധികരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ധാരാളമായി ചോദിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്രമാത്രം ഈ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, റബ്ബിനോട് ചോദിക്കുക, അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹു മരണം വരെ ഹക്കിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.